വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര സംവരണ മണ്ഡലത്തിലെയും ആലപ്പുഴ ജനറൽ മണ്ഡലത്തിലെയും LDF UDF BJP സ്ഥാനാർത്ഥികളുടെ ജയാപജയ സാധ്യതകളാണ് ഇവിടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാവേലിക്കര എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. മാവേലിക്കര എന്ന പേരിൽ നേരത്തെ ഒരു പാർലമെൻറ്റ് മണ്ഡലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡീലിമിറ്റേഷന് ശേഷം ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം മൊത്തം മാറിയിരിക്കുകയാണ്. നേരത്തെ അടൂരായിരുന്നു സംവരണ മണ്ഡലം, ഇപ്പോൾ അത് മാവേലിക്കരയായി. എന്നാൽ പഴയ മാവേലിക്കരയാണോ? അതൊട്ടല്ലതാണ്. പഴയ മാവേലിക്കര ഉണ്ടായിരുന്നത് തിരുവല്ല, ചെങ്ങന്നൂർ ആ പ്രദേശത്തൊക്കെയായിരുന്നു. ഇപ്പോൾ ഉള്ളത് മാവേലിക്കരയുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ മണ്ഡലം അങ്ങ് പത്തനാപുരത്തു നിന്ന് ആരംഭിക്കും. പത്തനാപുരത്തു നിന്ന് ആരംഭിച്ച് കൊട്ടാരക്കരയൊക്കെ കടന്ന് കുന്നത്തൂരും കടന്ന് നമ്മുടെ മാവേലിക്കരയിൽ കൂടി ചങ്ങനാശ്ശേരിയിൽ വന്ന് അവസാനിക്കുന്ന ഒരു പ്രദേശമാണ്. അതായത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് ആരംഭിച്ച് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ അവസാനിക്കുന്ന ഒരു മണ്ഡലമാണ്. അതായത് കോട്ടയം ടൗണിൻ്റെ അടുത്ത് വരെ എത്തുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോഴത്തെ അതിഗംഭീരമായ മാവേലിക്കര. പട്ടികജാതിക്കാർക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലമാണ്. ഈ മണ്ഡലം രൂപീകരിച്ചത് മുതൽക്ക് കൊടിക്കുന്നിൽ സുരേഷാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് നേരത്തെ അടൂർ പലതവണ MP ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ എതിർക്കുന്നത് എല്ലാ തവണയും CPI സ്ഥാനാർത്ഥികളായിരിക്കും. മുമ്പ് CPI ആയിരുന്നു, അടൂരായിരുന്നപ്പോഴും CPI ആയിരുന്നു, മാവേലിക്കര എപ്പോഴും CPI ആയി. അങ്ങനെ CPIയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്നിക്കാര്യത്തിൽ ഇതുവരെ വ്യക്തമല്ല. അഡ്വക്കേറ്റ് അരുൺകുമാർ മത്സരിക്കും എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, AIYFൻ്റെ നേതാവായിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാൾ ഈ കൊടിക്കുന്നിലിൻ്റെ ഈ എന്താണ് ശക്തിയെ എങ്ങനെ ചോദ്യം ചെയ്യും, എന്തുമാത്രം വെല്ലുവിളി ഉയർത്താൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ്. അതല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ മത്സരിക്കും എന്ന് കേൾക്കുന്നുണ്ട്, അതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മണ്ഡലത്തിൻ്റെ സവിശേഷത ഇത് LDFന് ജയിക്കാവുന്ന ഒരു സീറ്റാണ്. പത്തനാപുരമാണെങ്കിലും കൊട്ടാരക്കരയാണെങ്കിലും കുന്നത്തൂരാണെങ്കിലും ജയിക്കാവുന്ന സീറ്റാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഈ സ്ഥാനാർത്ഥികളുടെ അപ്രാപ്തി കൊണ്ട്, പണത്തിൻ്റെ പോരായ്മ കൊണ്ടാണ്. ഈ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ പൊതുവെ പണം വളരെ കുറച്ചേ ചെലവഴിക്കപ്പെടുകയുള്ളൂ. സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് പണമില്ലാതെ പോകുന്നു എന്നുള്ള വലിയൊരു പരാധീനതയാണ്. കൊടിക്കുന്നിലെ സംബന്ധിച്ചിടത്തോളം കാശിന് ബുദ്ധിമുട്ടില്ല, പുള്ളി പല സോഴ്സിൽ കൂടിയും പണം ചെലവഴിക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷേ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അതുപോലെ പണം ഒഴുക്കാൻ പറ്റുകയില്ല. മാത്രവുമല്ല, മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥിയായതുകൊണ്ട് പ്രവർത്തകർ, പ്രത്യേകിച്ച് CPM പ്രവർത്തകർ അടുത്തുള്ള CPM മത്സരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് പ്രവർത്തനത്തിന് പോകും. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ട്, പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടാണ് അവിടെ LDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യുകയും അത്യാവശ്യത്തിന് പണം ചെലവഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ LDFന് വിജയസാധ്യതയുള്ള മണ്ഡലമാണ് മാവേലിക്കര. ജയിക്കണം എന്ന ഉറച്ച വിശ്വാസം, ജയിച്ചേ തീരൂ എന്ന ആത്മവിശ്വാസത്തോടെ വേണം മത്സരിക്കാനായിട്ട്. വല്ല സ്ഥാനാർത്ഥിയും നിർത്തിയിട്ട് കാര്യമില്ല, നല്ല സ്ഥാനാർത്ഥിയും നിർത്തണം. പിന്നെ അത്യാവശ്യത്തിന് ചക്രം ചിലവാക്കണം. അല്ലാതെ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്ത മണ്ഡലമുള്ളൂ, ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചാൽ രക്ഷ കിട്ടുകയില്ല. കൊടിക്കുന്നിൽ സുരേഷിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളത് അദ്ദേഹം എല്ലാ ക്രൈസ്തവ സഭകളുടെയും നായർ സർവീസ് സൊസൈറ്റിയുടെയും കണ്ണിലുണ്ണിയാണ്. പെരുന്നേലിൽ നടക്കുന്ന എല്ലാ കലാപരിപാടിയിലും സുരേഷ് ഉണ്ടാകും. ഇവരുടെയൊക്കെ കൈവപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. അതേസമയത്ത് നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് അത്ര നല്ല മതിപ്പ് ഇല്ല എന്നുള്ളൊരു സത്യമാണ്. മാവേലിക്കര മണ്ഡലത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ നേരത്തെ ആൻ്റണിയെ പറ്റി പറഞ്ഞ പോലെ കൊടിക്കുന്നിലിനോട് വിപ്രതിപത്തി വച്ച് പുലർത്തുന്നവരാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചത് പ്രധാനമായിട്ടും നായർ സർവീസ് സൊസൈറ്റിയുടെ പിന്തുണ കൊണ്ടാണ്. കാരണം ഈ ശബരിമല വിഷയം ശക്തമായിട്ടുണ്ടായിരുന്നു. NSSൻ്റെ പിന്തുണ കൊടിക്കുന്നിലായിരുന്നു. അങ്ങനെ കൊടിക്കുന്നിൽ കഴിഞ്ഞ തവണ ജയിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടായിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഇത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥിയെ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിച്ചാലേ മേൽഗതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. കൊടിക്കുന്നിലൊരു താപ്പാനയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അദ്ദേഹം എല്ലാവിധ അടവുകളും പയറ്റും എന്നുള്ള കാര്യത്തിലും സംശയത്തിന് അവകാശമില്ല. BJP സംബന്ധിച്ചിടത്തോളം മാവേലിക്കര അവരങ്ങനെ ജയിച്ചു കളയാം എന്നോ അല്ലെങ്കിൽ കണ്ടമാനം വോട്ട് പിടിക്കാമെന്നോ, ഞങ്ങൾ പിടിക്കുന്ന വോട്ട് ഇവിടെ നിർണായകമാകും എന്നോ ഒന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. കാരണം അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല. ആ രീതിയിൽ സംഘടനാ സംവിധാനവും അവിടെ ശക്തമല്ല. എല്ലായിടത്തും BJPക്കാരുണ്ട്, പക്ഷേ അത് വളരെ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു പ്രവർത്തനം നടത്താനോ അല്ലെങ്കിൽ വിജയത്തിലേക്ക് മുന്നേറാനോ പറ്റിയൊരു സാഹചര്യം മാവേലിക്കരയിൽ ഏതായാലും ഇല്ല.
അത് ആ ഭാഗത്തുള്ള മണ്ഡലങ്ങൾ പൊതുവേ തന്നെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മാവേലിക്കരയിൽ ഇടതുപക്ഷവും LDFും UDFും തമ്മിൽ വലിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. വലിയൊരു മത്സരം നന്നായിട്ട് നടത്തുകയാണെങ്കിൽ LDFിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചരിത്രം ആവർത്തിക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുകയുള്ളൂ. മാവേലിക്കര കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ആലപ്പുഴ മണ്ഡലത്തിലേക്കാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കേൾവിയിൽ തന്നെ നമുക്കൊരു വലിയ ചെങ്കോട്ടയുടെ ഫീലിംഗ് ഉണ്ടാവും. പുന്നപ്പുറയുടെയും വയലാറിൻ്റെയും വലിയ ചുടുകാടിൻ്റെയൊക്കെ പാരമ്പര്യം പേറുന്ന ആ ഒരു പ്രദേശമാണ് ആലപ്പുഴ. ആലപ്പുഴ കയർത്തൊഴിലാളികൾ, കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ, ഇവരുടെയൊക്കെ ചോരയിൽ എഴുതിയ ചരിത്രം, അതാണല്ലോ കമ്മ്യൂണിസത്തിൻ്റെ മൂലധനം. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ആലപ്പുഴയെങ്കിലും പലപ്പോഴും കോൺഗ്രസ് ജയിച്ച അനുഭവമാണ് നാട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ ഡീലിമിറ്റേഷന് ശേഷം പഴയ ആലപ്പുഴയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അരൂർ മുതൽക്ക് കരുനാഗപ്പള്ളി വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ ദൈർഘ്യമേറിയ മണ്ഡലമാണ് ആലപ്പുഴ. അരൂർ പാലം കടക്കുമ്പോൾ ആലപ്പുഴ മണ്ഡലം ആരംഭിക്കുന്നു. അരൂർ, അതിനപ്പുറം ചേർത്തല, ചേർത്തലയ്ക്കപ്പുറം ആലപ്പുഴ, അതിനിടയ്ക്ക് മാരാരിക്കുളം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ലാതെ. ചേർത്തല കഴിഞ്ഞാൽ ആലപ്പുഴ, ആലപ്പുഴ കഴിഞ്ഞാൽ അമ്പലപ്പുഴ, അമ്പലപ്പുഴക്കപ്പുറം ഹരിപ്പാട് കഴിഞ്ഞാൽ കായംകുളത്തിന് ശേഷം കരുനാഗപ്പള്ളി. അങ്ങനെ ഏതാണ്ട് ചവറയുടെ പടിവാതിൽ വരെ നീണ്ടു കിടക്കുന്ന പ്രദേശമാണ്. അരൂർ പാലം തൊട്ട് ചവറ നീണ്ടകര പാലം വരെ എത്തുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ ഇപ്പോഴത്തെ ആലപ്പുഴ മണ്ഡലം. ഒരു തീരദേശ മണ്ഡലമാണ്. അതിൻ്റേതായ പരിമിതികളും പരാധീനതകളും ദാരിദ്ര്യമൊക്കെ ആ പ്രദേശത്തുണ്ട്. ആലപ്പുഴയിലെ മിക്കവാറും വ്യവസായങ്ങളൊക്കെ പൂട്ടിയിരിക്കുന്നു. കാർഷികമായിട്ട് പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്തൊരു സ്ഥലമാണ്. കൃഷിക്ക് പറ്റിയ സ്ഥലമല്ല ആലപ്പുഴ മണ്ഡലം. മത്സ്യബന്ധനവും കയർ വ്യവസായവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് അവിടെ കൂടുതലുള്ളത്. നിങ്ങൾ ആലപ്പുഴയിൽ പോയാൽ കാണുന്ന ഒരു പ്രധാന കാഴ്ച, കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ സൈക്കിൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് കാരണമുണ്ട്. ഒന്ന്, ആലപ്പുഴ ജില്ല പൊതുവെ നിരന്ന ഒരു പ്രദേശമാണ്, കയറ്റം ഇറക്കമില്ല, സുഖമായിട്ട് സൈക്കിളിൽ ഓടിപ്പോകും. രണ്ടാമത്തും അതിനേക്കാൾ പ്രധാനപ്പെട്ടതുമായ കാര്യം, ആലപ്പുഴ ജില്ലയിലെ ആളുകൾ താരതമ്യേന ദരിദ്രരാണ്. കോട്ടയം ജില്ലക്കാരെ പോലെയോ പത്തനംതിട്ട ജില്ലക്കാരെ പോലെയോ ധനവാന്മാരായ ആളുകളല്ല ആലപ്പുഴ ജില്ലയിലുള്ളത്. അതുകൊണ്ടും അവർ സൈക്കിളാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പരിമിതിയും പരാധീനതയുള്ളൊരു പ്രദേശമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പണ്ടേ ശക്തമാണ്. അരൂർ മുതൽക്ക് കരുനാഗപ്പള്ളി വരെയുള്ള പ്രദേശത്ത്. ഇപ്പോൾ ഇതിനിടയിൽ 2 MLA ഉള്ളൂ. ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തലയും കരുനാഗപ്പള്ളിയിൽ CR മഹേഷും ജയിച്ചു എന്നുള്ള ഒഴിച്ചാൽ പൊതുവെ ഒരു ചുവന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന് പണ്ട് പോലെ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ പ്രാമുഖ്യമുണ്ട്. PT പുന്നൂസ് ജയിച്ചതാണ്. പിന്നീടും സുശീല ഗോപാലൻ അവിടുന്ന് വിജയിച്ചിട്ടുണ്ട്, ആഞ്ചലോസ് ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ആരിഫ് ജയിച്ചതടക്കം പലരും ആലപ്പുഴയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചിട്ടുണ്ട്. പക്ഷേ സമീപകാലത്തായിട്ട് കോൺഗ്രസ് അവിടെ വെന്നിക്കൊടി പാറിച്ചിരുന്നു. KC വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ചു. അതിനു മുമ്പ് വക്കം പുരുഷോത്തമൻ ജയിച്ചു. അതിനു മുമ്പ് VM സുധീരൻ ജയിച്ചു. അങ്ങനെ കോൺഗ്രസിനും വലിയ പാരമ്പര്യമുള്ള മണ്ഡലമാണ്. പാർലമെൻറ്റിലേക്ക് കോൺഗ്രസ് ജയിക്കും, അസംബ്ലിയിലേക്ക് LDF ജയിക്കും. അങ്ങനെയൊക്കെ പല റിസൾട്ടുകളും ഉണ്ടാകാറുണ്ട്. KC വേണുഗോപാൽ കഴിഞ്ഞവിടെ മത്സരിച്ചില്ല. അതുകൊണ്ടാണ് ആരിഫിന് ജയിക്കാൻ പറ്റിയത്. വേണുഗോപാലിനായിരുന്നെങ്കിൽ പുള്ളിയെ തോൽപ്പിക്കാൻ പറ്റിയില്ല. കാരണം ഇയാൾ ചതുര ഉപായങ്ങളും പഠിച്ച, അടവും തൊഴിയും പഠിച്ച ഒരു ഗംഭീരനായ അംഗച്ഛേകവനാണ്. കഴിഞ്ഞവിടെ പുള്ളി മത്സരിച്ചില്ല. ആ ഒരു ഗ്യാപ്പിൽ അവിടെ ഷാനിമോൾ ഉസ്മാനാണ് ജയിച്ചത്, മത്സരിച്ചത്. ഷാനിമോൾ മത്സരിക്കുമ്പോൾ തന്നെ വലിയൊരു വിഭാഗം കോൺഗ്രസ്സുകാർ അവർക്കെതിരായിരുന്നു. ഇവർ വയനാട് സീറ്റ് കിട്ടിയാലേ മത്സരിക്കുള്ളൂ എന്ന് വാശി പിടിച്ചിരുന്നതാണ്. വയനാട് കിട്ടാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ ആലപ്പുഴയിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വന്നു. അപ്പോൾ തന്നെ ആലപ്പുഴക്കാർക്ക് അലർജിയായി. കാരണം എന്ന് വെച്ചാൽ ആലപ്പുഴയിൽ ജനിച്ച് വളർന്ന ഷാനിമോൾ ഉസ്മാൻ, എനിക്ക് ആലപ്പുഴ വേണ്ട, ഞാൻ ആലപ്പുഴ മത്സരിക്കില്ല, എനിക്ക് വയനാട് വേണമെന്ന് പറയുമ്പോൾ തന്നെ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും ഒരു വിയോജിപ്പുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് എന്നാൽ എനിക്ക് വയനാട് കിട്ടിയില്ല, എന്ന് ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഇന്ന് ആലപ്പുഴയ്ക്ക് ആലപ്പുഴ എന്ന് വിചാരിച്ച് വരുമ്പോൾ എന്നാൽ പിന്നെ ശരി കാച്ചിക്കളയാം എന്നാണെന്ന് വിചാരിക്കും. അതൊരു ഘടകമായിരുന്നു. പിന്നെ കോൺഗ്രസിൽ തന്നെ നല്ലപോലെ വേലവെപ്പ്, കുതികാൽ വെട്ട് ഉണ്ടായി. അതുകൊണ്ടാണ് ഷാനിമോൾ തോറ്റുപോയത്. ഏതായാലും ഇത്തവണ ഷാനിമോൾ ഈ അംഗത്തട്ടിൽ ഇറങ്ങുമോ എന്ന് നമുക്കറിയില്ല. അതല്ലെങ്കിൽ മറ്റാരാണ് സ്ഥാനാർത്ഥി എന്നും ഊഹിച്ച് പറയാൻ പറ്റുകയില്ല. കാരണം വേണുഗോപാൽ തിരിച്ചു വന്നേക്കും എന്ന ഒരു പ്രതീക്ഷ ആലപ്പുഴയിലെ കോൺഗ്രസ്സുകാർക്കുണ്ട്. ആരിഫിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ എല്ലാ LDF സ്ഥാനാർത്ഥികളും തോറ്റപ്പോഴും ആരിഫ് ജയിച്ചു. ആരിഫിൻ്റെ ഒരു മേന്മ എന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാവരോടും സ്നേഹമായിട്ട് സൗഹാർദ്ദമായിട്ട് പെരുമാറുന്ന ആളാണ്. പുള്ളിയോട് ആർക്കും വ്യക്തിപരമായിട്ട് ഒരു വിരോധത്തിന് ഒരു കാരണമില്ല.
എല്ലാവരോടും സമയത്തോടും തുല്യതയോടുകൂടിയും ഇടപെടുകയും പെരുമാറുകയും ഏത് യോഗത്തിന് വിളിച്ചാലും കൃത്യസമയത്ത് വരികയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു ജനകീയ ബന്ധം പുള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. അതൊരു വലിയ മുതൽക്കൂട്ടുമാണ് ഇപ്പോഴത്തെ കാലത്ത്, നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആലപ്പുഴ സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. ആരിഫായിരിക്കും സ്ഥാനാർത്ഥി എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ട സ്പീഡ് വർക്ക് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും എത്തിപ്പെടുന്ന ആളാണ്. എല്ലാ വഴികളും എല്ലാ ഊടുവഴികളും പുള്ളിക്ക് അറിയാം. അങ്ങനെ കുറച്ച് മെച്ചപ്പെട്ട, പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗംഭീരമായ സംഘടനാ സംവിധാനമുണ്ട്, നിരവധി പ്രവർത്തകരുണ്ട്, പണത്തിന് യാതൊരു ക്ഷാമവുമില്ല. എങ്ങനെ നോക്കിയാലും ആരിഫ് വളരെ ശക്തമായൊരു വിക്കറ്റിലാണ് നിൽക്കുന്നത്. ആരിഫിന് തോൽപ്പിക്കണമെങ്കിൽ വേണു തന്നെ രംഗത്തിറങ്ങണം. അങ്ങനെയാണെങ്കിൽ വലിയ മത്സരമായിരിക്കും ആലപ്പുഴയിൽ നടക്കുക. അപ്പോഴും വേറെ പ്രശ്നമുണ്ട്. കോൺഗ്രസ് മിക്കവാറും എല്ലാ മണ്ഡലത്തിലും സിറ്റിംഗ് എം പിമാരെയാണ് നിർത്തുക. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാളെ മത്സരിപ്പിക്കാൻ വേറൊരു മണ്ഡലം ഇല്ലാതെ എന്നൊരു പ്രശ്നം കൂടി അതിൻ്റെ അകത്ത് വരും. അതൊക്കെ കോൺഗ്രസ്സുകാർ തീരുമാനിക്കട്ടെ, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ആരിഫ് ഇപ്പം തന്നെ അംഗത്തട്ടിലുണ്ട്. അദ്ദേഹം പ്രവർത്തനം അനൗപചാരികമായിട്ട് ആരംഭിച്ച് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര് തന്നെയായാലും വളരെ കടുത്ത മത്സരം അവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ തീരുമാനം ജനങ്ങളുടേതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.